നമ്മളിപ്പോൾ TDS എന്താണെന്ന് നോക്കി, അതിൻ്റെ ടാൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ നോക്കി എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കി സെക്ഷൻസിൻ്റെ. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഇനി വരുന്നതേ ഉള്ളൂ. അതിന് മുൻപായിട്ട് TDS എങ്ങനെയാണ് പേ ചെയ്യുന്നതെന്നുള്ള നെക്സ്റ്റ് ഒരു പ്രാക്ടിക്കൽ ഇല്ലസ്ട്രേഷനിൽ നമുക്ക് പോവാം. സോ ടാൻ രജിസ്ട്രേഷൻ പ്രാക്ടിക്കലി നമ്മൾ കണ്ടു എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് TDSൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾക്കൊരു 3-4 സെക്ഷനിലായിട്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൊസീജിയർ സെയിം തന്നെയാണ് എല്ലാത്തിലും പേയ്മെൻറ്റിൻ്റെ. പക്ഷേ സെക്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി സെലക്ട് ചെയ്യേണ്ടി വരും. കൂടാതെ എന്താ പറയുക, ഒരു മാസം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, 2 പേർക്ക് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ 2 ചെല്ലാൻ യൂസ് ചെയ്തിട്ട് പേ ചെയ്യണോ, അതോ ഒരു ചെല്ലാൻ യൂസ് ചെയ്ത് പേ ചെയ്താൽ മതിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ പേയ്മെൻറ്റിൻ്റെ സെക്ഷനിലേക്ക് നോക്കാൻ പോകുന്നത്. സോ ഈ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് അനാലിസിസിന് ശേഷം നമ്മൾ റിട്ടേൺ ഫയലിംഗ് പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. കാര്യം ഈ ഡ്യൂ ഡേറ്റ്സും ഇതിൻ്റെ ലേറ്റ് ഫീസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സോ TDS റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ TDS റിട്ടേണിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിനായിട്ട് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഓരോ സെക്ഷൻ വെച്ച് അതിൻ്റെ TDS എമൗണ്ട് നോക്കിയതിന് ശേഷം എങ്ങനെ ആ എമൗണ്ട് പേ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അതിനായിട്ട് സേ 194J എന്നുള്ള സെക്ഷൻ ആദ്യമായിട്ട് എടുക്കാം. ഇവിടെ നമ്മൾക്ക് TDSൻ്റെ ഡിഡക്റ്റർ ആയിട്ട് എടുക്കേണ്ടത് അക്കൗണ്ടിങ് ട്രീ ആണ്. ഡിഡക്റ്ററായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് ട്രീ ഈസ് ദ ഡിഡക്റ്റർ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ട്രീയുടെ ടാൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ TDSൻ്റെ പേയ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾക്ക് എടുക്കേണ്ടത് 194J എന്നുള്ള സെക്ഷനാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യും. സോ പ്രൊഫഷണൽ ചാർജസ്, സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഫഷണൽ ചാർജ് സേ ഫോർ എക്സാമ്പിൾ ടു ആൻ്റണിക്ക് പേയബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ചാർജ് 500 ആണ്. അഖിലിന് പേയബിൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ചാർജസ് 400 ആണ്. സോ ആൻ്റണിക്ക് 500 ആണ് പേയബിൾ ആയിട്ടുള്ളത്, അഖിലിന് 400 ആണ്. ഇത് TDS റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 10%. TDS റേറ്റ് ഇസ് ഹൗ മച്ച്, 10%. സോ എങ്ങനെയാണ് ഇത് നമ്മൾ പ്രാക്ടിക്കൽ ഇല്ലസ്ട്രേഷനിലൂടെ നോക്കി എമൗണ്ട് സേ 500 ആണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും ആൻ്റണിക്കും, സേ 400 ആണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും അഖിലിനും കിട്ടുന്നതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ചെയ്തായിരുന്നു. സോ ഇവിടെ എമൗണ്ട് പേയബിൾ ടു ആൻ്റണി ഈസ് 500 ലെസ് TDS എത്ര ശതമാനമാണ്, 10% TDS എന്ത് ചെയ്യേണ്ടത്, ഡിഡക്റ്റ് ചെയ്യേണ്ടത്. സോ 50 രൂപയായിരിക്കും എന്ത് ചെയ്യേണ്ടത്, TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. നെറ്റ് പേയബിൾ ടു ആൻ്റണി വിൽ ബി, ആൻ്റണിയുടെ കയ്യിൽ എത്രയേ കിട്ടുള്ളൂ, 450 റുപ്പീസേ എന്ത് ചെയ്യുള്ളൂ ആൻ്റണിയുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. എമൗണ്ട് പേയബിൾ ടു അഖിൽ എത്രയാ, എമൗണ്ട് പേയബിൾ ടു അഖിൽ ഇസ് 400 റുപ്പീസ്. TDS 194J അല്ലേ, 194Jയിൽ 10% ഡിഡക്റ്റ് ചെയ്യും. 400ന് 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 റുപ്പീസ്. അഖിലിൻ്റെ കയ്യിൽ 360 റുപ്പീസേ കിട്ടുള്ളൂ. സോ എവിടെയായിരിക്കും ഈ 50 റുപ്പീസ് ഈ ഡിഡക്റ്റ് ചെയ്തത് പേ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ എടുക്കാം. ഇങ്ങനെയാണ് ഓൾ ഇന്ത്യ ഉള്ള എല്ലാ ടാക്സ് കൺസൾട്ടൻസും എല്ലാ ഓർഗനൈസേഷൻസും എല്ലാ ചാർട്ടേഡ് അക്കൗണ്ട്സും എല്ലാവരും എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ഓൺലി മെത്തേഡ് ടു മേക്ക് ദ പേയ്മെൻറ്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ കേരളത്തിലാണെങ്കിലും സേ തമിഴ്നാടാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഗുജറാത്താണെങ്കിലും ബീഹാർ ആണെങ്കിലും എവിടെയാണെങ്കിലും ദിസ് ഈസ് ദ മെത്തേഡ് ടു മേക്ക് ദി TDS പേയ്മെൻറ്റ്. ഓക്കെ, സോ 194J ആണ്. സോ അതിനായിട്ട് ഞാൻ ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ എടുക്കാം. സോ ജസ്റ്റ് സെക്കൻഡ്, ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ എടുക്കാം. incometax.gov.in. ഓക്കെ, ഇതാണ് ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് എടുക്കേണ്ട ഓപ്ഷൻ, TDS പേ ചെയ്യാനായിട്ട് എടുക്കേണ്ട ഓപ്ഷൻ പേ ടാക്സ് എന്നുള്ള ഓപ്ഷനാണ്. പേ ടാക്സ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ പേ ടാക്സ്. ഓക്കെ, പേ ടാക്സിൽ നമ്മളിവിടെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ TDS പേ ചെയ്യാൻ പോകുന്നത്. സോ പാൻ അല്ല എൻ്റർ ചെയ്യേണ്ടത്, ടാക്സ് ഡിഡക്റ്റേഴ്സ് അക്കൗണ്ട് നമ്പറായ ടാൻ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥാപനത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ക്ലയൻറ്റിനാണോ TDS ചെയ്ത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് ടാൻ നമ്പർ മാൻഡേറ്ററി ആണ്. ഓക്കെ, ടാൻ നമ്പർ എന്നാലേ TDS പേയ്മെൻറ്റ് ചെയ്യാനും ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനും റിട്ടേൺ ഫയൽ ചെയ്യാൻ TDS റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. സോ ഈ ടാൻ നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ
നിങ്ങളുടെ ആരെങ്കിലും നമ്പർ കൊടുത്താൽ മതി. സോ നിങ്ങളുടെ തന്നെ പേഴ്സണൽ നമ്പറാണെങ്കിൽ ക്ലയൻറ്റിന് തന്നെ കൊടുക്കണം എന്നില്ല. സോ മൊബൈലിലേക്ക് ഒരു OTP വരും. സോ ആ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പേയ്മെൻറ്റ് ചെല്ലാൻ്റെ ഓപ്ഷനിലേക്ക് പോകും. സോ നമ്മളിപ്പോൾ 194J എന്നുള്ള സെക്ഷനിൽ എങ്ങനെയാണ് TDS പേ ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആൻ്റണിക്ക് 50 റുപ്പീസും അഖിലിന് 40 റുപ്പീസും. ഓക്കെ, സോ you have successfully verified through mobile OTP. Click here to continue to make the payment. STAN number and ഓർഗനൈസേഷൻ്റെ പേര് ഇവിടെ വരും. സോ യു ക്യാൻ റീകൺഫേം. അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്താ പറയുക, പുതിയ ഇൻകം ടാക്സ് ബില്ലിനകത്ത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ അസസ്മെൻറ്റ് ഇയർ എന്നൊന്നുമില്ല, ടാക്സ് പീരീഡ് എന്നേ ഉള്ളൂ. കൺഫ്യൂഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ടാക്സ് പീരീഡ് എന്നേ ഉള്ളൂ. സോ ഇത് സേ ഫോർ എക്സാമ്പിൾ ഫെബ്രുവരി 2025 എന്നുള്ള മന്ത് ആണെങ്കിൽ ഇത് ഫിനാൻഷ്യൽ ഇയർ 2024-25 ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇത് ഫെബ്രുവരി 2025 എന്നുള്ള മാസമാണെങ്കിൽ ദിസ് ഇസ് ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മെയ് മാർച്ച് ആണല്ലോ ഫിനാൻഷ്യൽ ഇയർ. 2024-25 ഫിനാൻഷ്യൽ ഇയർ ആണത്. സോ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം എന്നാ അസസ് ചെയ്യുന്ന ഇൻകം ടാക്സിൽ അടുത്ത വർഷമായിരിക്കും അസസ് ചെയ്യുന്നത്. കാരണം മാർച്ച് വരെയുള്ള ഇൻകം എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അടുത്ത വർഷമായിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. സോ അസസ്മെൻറ്റ് ഇയർ ഷാൽ ബി AY 2025-26. ഓക്കെ, 25-26 ആയിരിക്കും അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അസസ് എന്ന് വെച്ചാൽ വിലയിരുത്തുക, അത് അസസ് ചെയ്യുക, കണക്കാക്കപ്പെടുക എന്നുള്ളതാണ്. സോ ഒരു വർഷത്തെ വരുമാനം കണക്കാക്കുന്നത് അടുത്ത വർഷമാണ്, കാരണം അടുത്ത വർഷം ഡ്യൂ ഡേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ 194Jയിൽ അക്കൗണ്ടിങ് ട്രീ എന്താ പറയുക 50 റുപ്പീസ് TDS ആയിട്ടും 40 റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട് TDS ആയിട്ടും ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിന് 2 ചെല്ലാൻ വേണോ അതോ 1 ചെല്ലാൻ മതിയോ എന്നുള്ളതാണ് ചോദ്യം. സോ 50 + 40 എത്രയാണ്? ഇറ്റ് കംസ് ടു 90. നമ്മൾ 50യുടെ ഒരു ചെല്ലാനും 40യുടെ ഒരു ചെല്ലാനും ആണോ എടുക്കുന്നത്, അതോ 50ക്കും 40ക്കും കൂടി ഒരു ചെല്ലാൻ മതിയോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കാണാനായിട്ട് പോകുന്നത്. സോ നമ്മളിവിടെ ചെല്ലാൻ വരെ എത്തി. സോ ഇവിടെ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുതുള്ളത്. അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുമ്പോഴേക്കും പിന്നീട് ഇത് ടാക്സ് പീരീഡ് എന്നുള്ള ഇതിലേക്കാണ് വരാൻ പോകുന്നത്. അത് 2026 ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പുതിയ ഇൻകം ടാക്സ് ബില്ല് അല്ലെങ്കിൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത്. സോ അന്ന് മുതൽ ഈ ഫിനാൻഷ്യൽ ഇയർ അസസ്മെൻറ്റ് ഇയർ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ്. സോ യു ക്യാൻ സീ ഹിയർ, ഞാൻ പറഞ്ഞു ഏപ്രിൽ ടു മാർച്ചാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇതൊരു ഫെബ്രുവരി 2025 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഫെബ്രുവരി 2025 വരുന്നത് ഈ ഫിനാൻഷ്യൽ ഇയറിലാണ്. സോ അസസ്മെൻറ്റ് ഇയർ വിൽ ബി നെക്സ്റ്റ് ഇയർ, ദാറ്റ് ഇസ് 25-26. ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്, പേ TDS TCS എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടേഷൻ കൺസൾട്ടൻറ്റ് അടച്ചു കൊടുത്തിട്ട് കൺസൾട്ടൻ്റാണ് പേ ചെയ്യുന്നത്. നിങ്ങൾ ഡോണ്ട് വെറി, ഈ പ്രൊസീജിയർ തന്നെയാണ് കൺസൾട്ടൻറ്റ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഷുവറായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ പല സെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമുള്ള സെക്ഷൻസ് മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. സോ TDS TDS ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പ്രൊസീഡ്. സോ ഇവിടെ ന്യൂ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വരുന്നതെല്ലാം പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാര്യം ഒരു ഗൈഡൻസ് ആണത്. എന്താ പറയുക, സേ നിങ്ങൾ ബെവേർ ആയിരിക്കണം എന്നുള്ളത്. സോ പ്ലീസ് നോട്ട് ദാറ്റ് ഇഫ് ദി ഡിഡക്റ്റീസ് പാൻ ഇസ് ഇന്നോപ്പറേറ്റീവ് ആണെങ്കിൽ, ഡിഡക്റ്റിയുടെ എന്ന് വെച്ചാൽ സേ അഖിലിൻ്റെയോ ആൻ്റണിയുടെയോ, ഡിഡക്റ്റർ ആരാണ് ഇവിടെ? അക്കൗണ്ടിങ് ട്രീ ആണ് ഡിഡക്റ്റർ. ഓക്കെ, സോ ഡിഡക്റ്റിയുടെ പാൻ ഇന്നാക്റ്റീവ് ആണെങ്കിൽ ദെൻ ദ ഹയർ റേറ്റ് 10% അല്ല, ഹയർ റേറ്റ് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യും. Will be collectible in accordance with section 206CC and 206AA of the Income Tax Act, read with notification number 15 of 2023 dated. So ഇന്നോപ്പറേറ്റീവ് ആണെങ്കിൽ, ഓക്കെ, ഒരു പാൻ ഓപ്പറേറ്റീവ് ആണോ ഇന്നോപ്പറേറ്റീവ് ആണോ എന്നുള്ളതെല്ലാം നമ്മൾക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. എന്നാലും ഞാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം. ഇത് ഇൻകം ടാക്സിൻ്റെ പോർട്ടലാണ്. നമുക്ക് പാൻ്റെ എന്താ പറയുക സ്റ്റാറ്റസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെരിഫൈ പാൻ സ്റ്റാറ്റസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ആ സെക്ഷൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഓപ്പറേറ്റീവ് ആണോ ഇന്നോപ്പറേറ്റീവ് ആണോ എന്നുള്ളതെല്ലാം. ഓക്കെ, സോ നമ്മളിപ്പോൾ 194J എന്നുള്ള സെക്ഷനിലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ട പല സെക്ഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 192 നമ്മൾ പിന്നീട് നോക്കുന്നതാണ്. ഇത് ലിസ്റ്റ് ഓഫ് ഇതിനകത്ത് ഉണ്ടായിരുന്ന സെക്ഷൻസ് ആണ്. യു ക്യാൻ സീ ഹിയർ 192 ഫോർ പേയ്മെൻറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് അതർ ദാൻ യൂണിയൻ ഗവൺമെൻറ്
പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് അതർ ദാൻ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് കോഡ് ഇസ് 92B. ഗവൺമെൻറ് ആണെങ്കിൽ 92A ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ജനറലി വരാറില്ല. ഡിവിഡൻറ്റ് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇവിടെ 1 ഓഫ് പേജ് 13 ആണ് ആയിരിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണാൻ പറ്റും. കണ്ടോ, വിന്നിങ്സ് ഫ്രം ലോട്ടറീസ് ആൻഡ് ക്രോസ്വേർഡ് പസിൽസ്, വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ്. ഇതൊന്നും ജനറലി ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചോളം അങ്ങനെ വരാറില്ല അല്ലേ. സോ പേയ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, ഇത് ഇൻഷുറൻസ് പോളിസി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഈ TDS കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കോമ്പൻസേഷൻ ഫോർ വാട്ട് സർട്ടൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വിസിഷൻ. ഓക്കെ, സോ ഓവർ ഹിയർ ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഇതൊന്നും അങ്ങനെ വരാറില്ല നോർമലി. നമ്മൾ എപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വരുന്ന സെക്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് 194J എന്നുള്ള സെക്ഷനാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു. 194J എന്നുള്ള പ്രൊഫഷണൽ പേയ്മെൻറ്റ്സിൻ്റെ സെക്ഷനാണ് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് 194J ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയാലോ പ്രൊഫഷണൽ പേയ്മെൻറ്റ്സിൻ്റെ. സോ അതിനായിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കാം. HI വരെ ആയിട്ടുണ്ട്. സോ ഓർഡറിലാണ് കിടക്കുന്നത്. ABCDEFGHI കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യുമ്പോഴേക്കും വിൽ ഗെറ്റ് ദിസ് J. ഓക്കെ, സോ J മീൻസ് വാട്ട് പ്രൊഫഷണൽ പേയ്മെൻറ്റ്സ്. കണ്ടോ, നമ്മുടെ സെക്ഷനിലേക്ക് നമ്മൾ എത്തി. നമ്മൾക്ക് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ സെർച്ച് ബൈ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രൊഫഷണൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 194H ആണ്. സോ പല കമ്മീഷനും ഉണ്ട്. നോർമൽ കമ്മീഷൻ ഈസ് 194H. കണ്ടോ, ഇങ്ങനെ വരും. സോ ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇവിടെ പ്രൊഫഷണൽ ചാർജസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഓവർ ഹിയർ വിൽ ഗെറ്റ് ദിസ് 194J എന്നിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യാം. സോ അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ടാക്സ് ആപ്ലിക്കബിൾ അണ്ടർ ദ മേജർ ഹെഡ്. ഓക്കെ, രണ്ട് കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ മേജർ ഹെഡ്? അതർ ദാൻ കമ്പനി ഡിഡക്റ്റി. ഡിഡക്ടർ അല്ല, ഡിഡക്ടർ ഡിഫോൾട്ടായിട്ട് വരും. ഹൂ ഇസ് എ ഡിഡക്റ്റി ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിഡക്റ്റി കമ്പനിയാണോ അതർ ദാൻ കമ്പനിയാണോ എന്നുള്ളതാണ്. ഓക്കെ, കമ്പനി ഡിഡക്റ്റി ഉണ്ട്, കോർപ്പറേഷൻ ടാക്സ്. സോ ആൻഡ് സോ ഹെഡ് ഇവിടെ ഉണ്ട് 00210020. നമ്മളുടെ കേസിൽ ആൻ്റണി ആൻഡ് അഖിൽ ആർ അതർ ദാൻ കമ്പനിയാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒന്നുമല്ല. ഓക്കെ, അവർ ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, സോ വി ഷുഡ് സെലക്ട് അതർ ദാൻ കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ വി ഷുഡ് സെലക്ട് ദിസ് വൺ. ഓക്കെ, ഡിഡക്ടർ അല്ല ഇവിടെ ആരാ ചോദിച്ചിരിക്കുന്നത്, ഡിഡക്റ്റി ആരാണെന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ അതർ ദാൻ കമ്പനി ഡിഡക്റ്റി. സോ അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടാക്സ് എമൗണ്ട് ഉണ്ട്. ടാക്സ് 50-യും 40-യും ആണ്, ശരിയല്ലേ? 50-യും 40-യും ആണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. സോ ആക്ച്വലി 500 ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 194Jയിലെ സീലിംഗ് ലിമിറ്റ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പ്രാക്ടിക്കൽ ഇലസ്ട്രേഷന് വേണ്ടിയിട്ട് 5,000-ഓ 10,000-ഓ പേ ചെയ്യുമ്പോഴേക്കും അത്രയും ഒരു ഫിനാൻഷ്യൽ ലീക്കേജ് ഉണ്ടാവുമെന്ന് ഫ്രാങ്ക് ആയിട്ട് തന്നെ ഞാൻ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 50 റുപ്പീസും 40 റുപ്പീസും ചെയ്യുവാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മാസം 10 ഡിഡക്റ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 പേർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ കേസിൽ 2 പേർക്കേ പേയ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ചെല്ലാൻ സെയിം ഹെഡിലാണെങ്കിൽ ഇവിടെ 194J അല്ലേ, ഫെബ്രുവരി ആണല്ലോ നമ്മൾ എടുത്ത മാസം. ഫെബ്രുവരി മാസം 194J എന്നുള്ള ഹെഡിൽ 10 പേരുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെല്ലാൻ എടുത്താൽ മതി, ഹെഡ് വൈസ്. ഓക്കെ അല്ലേ? അതിൽ 2 പേരുണ്ടെങ്കിൽ ഒരു ചെല്ലാൻ എടുത്താൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ? സോ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ പാനും നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് കൊടുക്കും. സോ ഓരോ ഹെഡിൽ എത്ര പേരുണ്ടെങ്കിലും നമ്മൾ ഒരു ചെല്ലാൻ എടുത്താൽ മതി സെയിം ഹെഡിൽ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇവിടെ നമ്മൾക്ക് പേ ചെയ്യേണ്ടത്, ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നത് 50 റുപ്പീസും 40 റുപ്പീസുമാണ്. സോ നമ്മൾ സെയിം ഹെഡല്ലേ? ഓക്കെ, സെയിം ഹെഡല്ലേ? സോ വി ജസ്റ്റ് ഹാവ് ടു ടേക്ക് വാട്ട് 1 ചെല്ലാൻ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് 90 റുപ്പീസ് പേയ്മെൻറ്റ്. 2 ചെല്ലാനാക്കി എടുക്കേണ്ട ആവശ്യമില്ല, സെയിം ഹെഡ് ആയതുകൊണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്ത് കാണിക്കും. സോ ഞാനിവിടെ 90 റുപ്പീസ് എന്ന് ടൈപ്പ് ചെയ്യാം. 90 റുപ്പീസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ടോട്ടൽ 90 റുപ്പീസ് 90 ഒള്ളി എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, കണ്ടിന്യൂ. നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ കൺസൾട്ടൻറ്റിൻ്റെ ബാങ്ക് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്തിട്ടാണോ റീഫണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ബാങ്ക് ഏതാണ്, അതിന് നെറ്റ് ബാങ്കിങ് ഉണ്ടെന്ന് എന്ത് ചെയ്യുക,
ഉറപ്പ് വരുത്തുക. നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? സോ മൂവിങ് ഫർദർ, ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. വേറെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, പേ അറ്റ് ദ കൗണ്ടർ യൂസ് ചെയ്യാം, RTGS യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇൻക്ലൂഡിങ് UPI ഒക്കെ യൂസ് ചെയ്യാം നമുക്ക്. സോ ഏതാ സെലക്ട് ചെയ്തിട്ട് QR കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന, UPIയുടെ ഓപ്ഷനും സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നെറ്റ് ബാങ്കിങ് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യാം, കണ്ടിന്യൂ. സോ യു ക്യാൻ റീകൺഫേം, നിങ്ങൾ അസസ്മെൻറ്റ് ഇയറൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒന്ന് റീകൺഫേം ചെയ്യുന്നതാണ്. February 2025 ട്രാൻസാക്ഷൻ നടന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് കംസ് ടു ഫിനാൻഷ്യൽ ഇയർ 2025-26. ഓക്കെ, അല്ലെങ്കിൽ സേ December 2024 നടന്നതെങ്കിൽ the same also falls in which financial year 24-25. okay, so over here assessment year is what 25-26. okay, നമ്മൾക്ക് സേ ഇത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ്, ഈ ഒരു ഡേറ്റിലാണ് നടന്നതെന്ന് വിചാരിച്ചാലോ, December 2024. is that clear? December 2024 ആണെങ്കിലും it falls in which financial year, FY 2024-25 തന്നെയാണ് അതും വീഴുന്നത്. സോ അസസ്മെൻറ്റ് ഇയർ വിൽ ബി 2025-26. is that clear? സോ മൂവിങ് ഫർദർ, നമുക്ക് ഡിസംബർ ആണെന്നൊന്ന് സങ്കല്പിക്കാം. സോ ഈ പേയ്മെൻറ്റ് ഞാൻ 90 rupees ചെയ്തു. ആൻഡ് വി ഹാവ് ടു പ്രൊസീഡ്, സബ്മിറ്റ് ടു ബാങ്ക്. ഇവിടെ താഴെ ചെന്നിട്ട് ഇവിടെ ആക്സെപ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആക്സെപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസിലേക്ക് പോകും. ഇതെന്തായാലും നിർബന്ധമായിട്ട് എന്താണ്, ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ OTP കൺസേൺഡ് ആയിട്ടുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ OTPയും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. സോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഏതാണ് നിങ്ങളുടെ അക്കൗണ്ട് എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ഓണറിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ OTPയിലേക്കായിരിക്കും പോകുന്നത്. ഏത് മൊബൈലാണ് കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ അതിനകത്തേക്കായിരിക്കും പോകുന്നത് OTP. സോ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് കൺഫേം കൊടുക്കാം. സോ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ യു ഹാവ് ടു വെയിറ്റ്, ക്ലോസ് ചെയ്യരുത്, വിൻഡോ ക്ലോസ് ചെയ്യരുത്. യു ഹാവ് ടു വെയിറ്റ് ആൻഡ് നിങ്ങൾക്ക് ചെല്ലാൻ പേയ്മെൻറ്റ് ഇസ് സക്സസ്ഫുൾ. ഇസ് ദാറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് ഓൾ ഇന്ത്യ ഉള്ള എല്ലാവരും TDSൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ this is the only single option available in order to make the payment. Is that clear? So we have got this 90 rupees Challan. Okay, so ഏത് സെക്ഷൻ ആണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. 194J എന്നുള്ളത് 1 ഇവിടെ മിസ്സിംഗ് ആണ്, കാരണം കോഡാണ് നേച്ചർ ഓഫ് പേയ്മെൻറ്റ്. 194J വി സോ ഗവൺമെൻറ്റിൻ്റെ കണ്ടപ്പോഴേക്കും 92A എന്നും നോൺ ഗവൺമെൻറ്റിൻ്റെ കണ്ടപ്പോഴേക്കും 92B എന്നുള്ള കോഡ്, അതാണ് അവിടെ വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ മേക്ക് അനദർ പേയ്മെൻറ്റ് ഉണ്ട്, നമുക്ക് അത് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഡൗൺലോഡ് ഓപ്ഷൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾക്കിവിടെ ചെല്ലാൻ ഓപ്പൺ ആവും. ജസ്റ്റ് സെക്കൻഡ്. നമുക്കിവിടെ ചെല്ലാൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ ദ ചെല്ലാൻ. സോ ദിസ് ഇസ് ചെല്ലാൻ. ഇതാ ചെല്ലാൻ വന്നിരിക്കുന്നത്. സോ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ട്, ഫെബ്രുവരി ആണ് ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉള്ളത്. നമുക്ക് ഡിസംബർ ട്രാൻസാക്ഷൻ ആയിട്ട് എടുക്കാം, സെയിങ് ലൈക്ക് ഇത് ലേറ്റ് ആയിട്ടാണ് പേ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ ബീങ് കമ്മിറ്റഡ് ടാക്സ് പെയർ സോ ആൻഡ് സോ. ഏത് അസസ്മെൻറ്റ് ഇയറാണ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മാറിപ്പോകരുത്. ഇനി പിന്നീടുള്ള കാലങ്ങളിൽ ഇത് മാറിയിട്ട് ടാക്സ് പീരീഡ് എന്നുള്ളതാവും. ഇപ്പോൾ ആസ് ഓഫ് നൗ ഫിനാൻഷ്യൽ ഇയറും അസസ്മെൻറ്റ് ഇയറാണ്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴെല്ലാം ബുദ്ധിമുട്ട് ആവും. ഇത് നിങ്ങളുടെ ഡിസംബർ മാസമാണെങ്കിൽ ഡിസംബർ മാസത്തെ ഫോൾഡറിൽ ഭദ്രമായിട്ട് കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, കാരണം ഇത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ചെല്ലാൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിട്ടേൺ ഫയലിംഗ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ TDSൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായത്. പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇനി വേഗത്തിൽ വേറെ 1-2 സെക്ഷൻസിൻ്റെയും കൂടി TDSൻ്റെ പേയ്മെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. സേ നെക്സ്റ്റ് സെക്ഷൻ ഇസ് 194H കമ്മീഷൻ്റെ ആണ്. കമ്മീഷൻ ഇവിടെ എങ്ങനെയാണ് പേ ചെയ്തിരിക്കുന്നത്, പേ ചെയ്തിട്ടുള്ള പേയബിൾ ടു അഗസ്റ്റിനസ് എത്രയാണ്, 15,000 ആൻഡ് ടു നാൻസി ഈസ് 12,500. ഇത്രയാണ് പേ ചെയ്യേണ്ടത്. പക്ഷേ അഗസ്റ്റിന് എത്രയാണ് പേ ചെയ്യേണ്ടത്, 15,000
നാൻസിക്ക് എത്രയാണ് പേ ചെയ്യേണ്ടത്? നാൻസിക്ക് പേ ചെയ്യേണ്ടത് 12,500 ആണ്. ഓക്കെ, കമ്മീഷൻ്റെ റേറ്റിലേക്ക് വരുമ്പോൾ എത്രയാണ് കമ്മീഷൻ റേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. കമ്മീഷൻ റേറ്റ് വരുമ്പോഴേക്കും ഇറ്റ് ഈസ് 2% ആ കമ്മീഷൻ റേറ്റ്. ഓക്കെ, സോ വോട്ട് യു അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് ഞാൻ ആദ്യമേ ഒരു ചാർട്ട് കാണിച്ചായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പോകുന്നതിന് മുമ്പ് പ്രാക്ടിക്കലി കാണിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലതാവുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ഡ്രൈ ആയി പോകും തിയറി മാത്രം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ. നൗ യു അണ്ടർസ്റ്റുഡ് ദ പ്രൊസീജിയർ ഫോർ ടാൻ രജിസ്ട്രേഷൻ, പ്രൊസീജിയർ ഫോർ ടു മേക്ക് ദ TDS പേയ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ തിയറട്ടിക്കലി നോക്കുമ്പോഴേക്കും കോൺസെപ്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതുകൊണ്ടാണ് ചെയ്യേണ്ടത്, ദിസ് ഇസ് റീസൺ ഫോർ ഡൂയിങ് ദിസ് എന്നുള്ളതെല്ലാം മനസ്സിലാവും. സോ 2% നേരത്തെ ഇതിൽ 10% പ്രൊഫഷണൽ ചാർജസിൻ്റെ TDS എങ്കിൽ കണ്ടോ, 50യുടെ 10% അല്ലേ 50 റുപ്പീസ്, 500ൻ്റെ 10% അല്ലേ, 400ൻ്റെ 10% അല്ലേ ഇവിടെ ഡിഡക്റ്റ് ചെയ്തത് 40 റുപ്പീസ്. പക്ഷേ കമ്മീഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും TDS rate is not 10%, it is 2%. Is that clear? It is 2%. So let's